നമസ്കാരം. വിലക്കയറ്റത്തിൽ 16ാം നിയമസഭയിലെ ആദ്യത്തെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. വാക്കാണ് മുഖ്യമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്ധന നികുതി കുറയ്ക്കണം എന്ന പഴയ വാക്ക് ഓർക്കുന്നില്ലേ എന്ന് പ്രമേയ നോട്ടീസ് നൽകിയ KN ബാലഗോപാൽ ചോദിച്ചു. നികുതി കുറയ്ക്കുന്നത് മണ്ടത്തരമാണ് എന്നാണ് പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ പറഞ്ഞിരുന്നതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ട എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. 16ാം നിയമസഭയിലെ ആദ്യത്തെ അടിയന്തര പ്രമേയ ചർച്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന ഒരു മണിക്കൂർ ചർച്ച ചെയ്യാം. ഈ ചർച്ചകളോടൊപ്പം ശ്രീ സേനാപതി വേണു കോൺഗ്രസ്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM, ശ്രീ S ദിന്നി BJP എന്നിവർ. ആദ്യം ശ്രീ സേനാപതി വേണു, ഇന്ധന നികുതി സംബന്ധിച്ച് UDFന് ഖണ്ഡിതമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നിയമസഭയിൽ ഇന്ധന വില വർധന ഉണ്ടായപ്പോഴൊക്കെ സംസ്ഥാന നികുതി കുറയ്ക്കണം, ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ U-ടേൺ അടിക്കുകയാണ്. അല്ല, ഒന്ന് ഇന്നിപ്പോൾ സഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അത് പാചകവാതകത്തിൻ്റെ വിലയോടനുബന്ധിച്ച് വില വർദ്ധിക്കുന്നു, അതിൻ്റെ ലഭ്യത കുറവ്, സാധനങ്ങളുടെ മാർക്കറ്റിൽ വല്ലാതെ വില വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചില നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ആ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിലാണ് പ്രതിപക്ഷം തന്നെ ഉയർത്തിയത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലമായി, 2 അല്ലെങ്കിൽ 3 ആഴ്ചക്കാലമായി കേന്ദ്രം ഈ ഇന്ധനങ്ങളുടെ വില വല്ലാത്ത രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ പെട്രോളിന് ഏതാണ്ട് 8 രൂപയോളം, ഡീസലിന് 7 രൂപ 50 പൈസ 52 പൈസ അങ്ങനെ ഏതാണ്ട് 7-7.5 രൂപയോളം വർദ്ധിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വർധനവിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ പണ്ടൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്ത് നാളെ മുതൽ ഇന്ധനത്തിന് ഇത്ര രൂപ വില വർദ്ധിപ്പിക്കുന്നു എന്ന് ഉപഭോക്താവിനും മനസ്സിലാവും, പൊതുസമൂഹത്തിനും മനസ്സിലാവും. ഇപ്പം ഈ ഇന്ധന വില വർധനവിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇന്നലെ ഉണ്ടായിരുന്ന വിലയേക്കാൾ ഇന്ന് 1 രൂപ 2 രൂപ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയുമില്ലാതെ ഇതിൻ്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത്, കേന്ദ്രം ഇതൊന്ന് കൂട്ടി ഒരിടത്ത് നിൽക്കട്ടെ, ഒരു ഘട്ടത്തിൽ ഇവരെത്തിയിട്ട് ഇതിൻ്റെ എത്രയാണ് വർദ്ധിപ്പിച്ചത്, ആ വർദ്ധിപ്പിച്ചതിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായ സെസ് അല്ലെങ്കിൽ ടാക്സ് ഞങ്ങൾ അപ്പോൾ ആലോചിക്കാം എന്നുള്ളതാണ്. അല്ല, ഇതിലൊരു പ്രശ്നമുള്ളത് സേനാപതി വേണു, കൂടുന്നതിനനുസരിച്ച് സംസ്ഥാന ഖജനാവിലേക്ക് വരുന്ന പണം കൂടുന്നുണ്ട്. കാരണം ഇത് ആഡ് വാലോറം ടാക്സ് ആണ്. ഇപ്പോൾ തന്നെ 30%, 30.08% ടാക്സ് ആണ്, കൂടാതെ 2 രൂപ സെസ്സും. അപ്പോൾ പെട്രോളിന് 1 രൂപ കൂടുമ്പോൾ VD സതീശൻ്റെ ഖജനാവിലേക്ക് വരുന്ന പണവും കൂടാണ്. ഇങ്ങനെ കൂടുന്നതിലെ ഒരു പങ്ക് എക്സാക്ട്ലി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, കൂടുന്നതിലൊരു പങ്ക് കുറച്ച് ജനങ്ങൾക്ക് അവരുടെ ഭാരം ലഘൂകരിക്കുന്ന വിധത്തിൽ സഹായം ചെയ്തുകൂടെ എന്ന ചോദ്യം ഇപ്പോൾ സ്വന്തം സർക്കാരിനോട് ചോദിക്കുമ്പോൾ അത് കേന്ദ്രം കൂട്ടുന്നത് നിർത്തട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്നാണോ മറുപടി പറയേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മറുപടി പറയാൻ പറ്റുള്ളൂ. കാരണം മുമ്പ് കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടുള്ളതും ആ ഘട്ടത്തിൽ ഈ സെസ്സിനെ കുറിച്ചും ടാക്സിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്, 5 രൂപ കേന്ദ്രം ഇന്ധനത്തിന് വില വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട, സംസ്ഥാനത്തിന് കിട്ടേണ്ട തീരുവകൾ, ആ തീരുവ വേണ്ട എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വെച്ചിട്ടുള്ളതും അത് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ദിനം പ്രതി ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ്. ആ ദിനം പ്രതി വില വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചൊരു തീരുമാനം പോലും എടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ശ്രീ VD സതീശൻ ഈ കാര്യത്തെക്കുറിച്ച്, അദ്ദേഹം ധനമന്ത്രി കൂടിയാണ്, അദ്ദേഹം വളരെ കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു. കേന്ദ്രം എത്രമാത്രം വില വർദ്ധിപ്പിക്കും, ആ വില വർധനവ് എവിടെ ചെന്ന് നിൽക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ആ കാര്യം തീരുമാനിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വളരെ സുവ്യക്തമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അത് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആ കാര്യം അത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. കേന്ദ്രം എത്ര രൂപ വർദ്ധിപ്പിക്കുന്നു, ആ വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി സംസ്ഥാനം വേണ്ട എന്ന് വയ്ക്കാം. ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ കാര്യം കാത്തിരിക്കണം. ശരി, അവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ന് സർക്കാരിനെ മുൾമുനയിൽ നിർത്താമായിരുന്നു പ്രതിപക്ഷത്തിന്. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലം LDF അധികാരത്തിലിരുന്നപ്പോൾ എടുത്ത സമീപനം എന്താണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഈ പെട്രോളിന്റെ നികുതി വേണ്ട എന്ന് വെക്കുക എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ്, അത്തരം മണ്ടത്തരം ഞങ്ങൾ കാണിക്കില്ല എന്നുള്ളതായിരുന്നു LDF സർക്കാരിന്റെ നിലപാട്. അപ്പോൾ പിന്നെ ഈ സർക്കാരിനോട് നിങ്ങൾ നികുതി കുറയ്ക്കൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഒരു ധാർമ്മിക തലത്തിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഇത് അഭിലാഷേ? അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ എത്ര തവണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്? നിരവധി തവണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് 13 തവണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് 2 തവണ മാത്രമാണ് സംസ്ഥാന വരുമാനം, നികുതി വരുമാനം, ഇതുമൂലമുണ്ടാകുന്ന അധിക വരുമാനം വേണ്ടെന്ന് ഉമ്മൻചാണ്ടി വെച്ചത്. അത് 610 കോടി രൂപയാണ്. പിന്നീട് 13,000-ൽ പരം കോടി രൂപ 11 തവണ പെട്രോൾ ഡീസൽ വില കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ജനങ്ങളിൽ നിന്ന് പിടിഞ്ഞെടുത്തിട്ടുണ്ട്. സതീശൻ 2018-ൽ കണ്ടോൺമെൻറ് ഹൗസിൽ നിന്ന് സൈക്കിൾ ചവിട്ടി നിയമസഭയിലേക്ക് വന്നിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിനായിട്ട് വലിയ യുദ്ധപ്രഖ്യാപനം നടത്തിയ ആളാണ്. സംസ്ഥാന സർക്കാരിനോട് ആ അധിക നികുതി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ ആളാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനൊരു അവസരമാണ് ആ അധിക നികുതി ഉപേക്ഷിക്കാൻ. ആ അധിക നികുതി ഉപേക്ഷിച്ചാൽ ഇപ്പോൾ സേനാപതി വേണു ഇവിടെ പറഞ്ഞില്ലേ, 7-8 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. 2 രൂപയെങ്കിലും 2 രൂപയിലധികം കുറച്ചു കൊടുക്കാൻ കഴിയും. ഈ വർധനവ് വഴി സംസ്ഥാന സർക്കാരിന് 1191 കോടി രൂപയുടെ വരുമാനമാണ്, അധിക നികുതി വരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ അധിക നികുതി വരുമാനം ഉപേക്ഷിക്കുകയാണെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ടവരായ ഇന്ധന ഉപഭോക്താക്കൾക്ക് ഒരു സംശയവുമില്ല 2 രൂപയിലധികം ലിറ്ററിന് കുറച്ച് കൊടുക്കാൻ കഴിയും. ആ നിലപാടിലേക്ക് വരുന്നതിന് പകരം പ്രതിപക്ഷം ഇപ്പോൾ ആയിരിക്കുന്ന ആളുകൾ ഭരണപക്ഷമായപ്പോൾ ഇത് കുറച്ചോ എന്ന ചോദ്യമാണോ? പ്രതിപക്ഷത്തെ വിമർശിച്ചു സതീശൻ, അന്ന് അസംബ്ലിയിൽ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ്, അധിക നികുതി ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളെ സഹായിക്കണമെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ സേനാപതി വേണു പറയുന്നത് കേട്ടു, ഇത് എന്താണ് ദിവസം ഇങ്ങനെ വർദ്ധിപ്പിക്കുകയല്ലേ എന്ന്. അതുകൊണ്ട് ഇതൊരു വർദ്ധിപ്പിച്ചൊരു ഇതിലെ ഒരു പോയിന്റിലെത്തട്ടെ, അപ്പം തീരുമാനിക്കാമെന്ന് എൻ്റെ സുഹൃത്ത് സേനാപതി വേണുവിനോട് എനിക്ക് പറയാനുള്ളത്, ആ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയത് സർക്കാർ വില നിർണ്ണയന തീരുമാനമെടുക്കുന്ന സർക്കാർ നിക്ഷിപ്തമായ ആ നിയമപരമായ അവകാശം കമ്പനികൾക്ക് നൽകിയത് ഉദാരവൽക്കരണ നയത്തിൻ്റെ കുറ്റകരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളാണ്, കോൺഗ്രസ് സർക്കാരാണ്, UPA സർക്കാരാണ്. ആ തീരുമാനം പെട്രോളിനാണെങ്കിൽ BJP വന്നപ്പോൾ അവർ ഡീസലിനും കൂടിയാക്കി. എന്നിട്ട് ഇപ്പം ഞങ്ങളോട് പറയാണ്, ജനങ്ങളോട് പറയാണ് ദിവസം വർദ്ധിക്കില്ലെന്ന്. എന്തായിരുന്നു 2015-ലൊക്കെ സ്ഥിതി എന്നറിയോ? ദിവസം വർദ്ധിപ്പിക്കലായിരുന്നു മോഡി. അപ്പോഴാണ് ഇതുപോലുള്ളൊരു ചർച്ചയിൽ സുരേന്ദ്രൻ പറഞ്ഞത് നോട്ടൊക്കെ നിരോധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പെട്രോൾ 50 രൂപക്ക് കിട്ടാനാണെന്നാ. ഇപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്താണ്? നിങ്ങൾ BJP-ക്കാരും കോൺഗ്രസ്സുകാരും നിയോലിബർ നയത്തിന്റെ വക്താക്കളായ എണ്ണക്കുത്തകൾക്ക് വേണ്ടി, പേരെടുത്ത് പറഞ്ഞാൽ റിലയൻസിന് വേണ്ടി, ഇപ്പോൾ അദാനിക്ക് വേണ്ടി എണ്ണയുടെ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് IOC ഉൾപ്പെടെ. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഞാൻ BJP-ലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സേനാപതി വേണു എന്തെല്ലാം ഈ ടാക്സ് കുറയ്ക്കാത്തതിനെ കുറിച്ച് പ്രതിപക്ഷ പറഞ്ഞു. VD സതീശൻ തന്നെ എന്തെല്ലാം പറഞ്ഞു? ടാക്സ് ടെററിസമാണ്, കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നികുതി ഭീകരവാദമാണിത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സൈക്കിൾ ചവിട്ടുന്ന കഥ. നേരത്തെ ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞില്ല. അങ്ങനെ ടാക്സ് ടെററിസം ആണ് എന്ന് ആക്ഷേപിച്ച നിങ്ങളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ നിന്ന് ഈ തിരുവനന്തപുരം അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ പോയാൽ എത്രയാ പെട്രോളിന് വില? പോട്ടെ, ഇടയ്ക്ക് നമ്മൾ മാഹിയിലൊന്ന് പോയാൽ അവിടെ എത്രയാ വില? ഇനി അതല്ല, മഞ്ചേശ്വരം അതിർത്തി കിടന്ന് കാസർഗോഡ് കഴിഞ്ഞ് ഇവിടെ കർണാടകയിൽ പോയാൽ എന്താ വില? നോക്കൂ, ബാംഗ്ലൂരിലും ചെന്നൈയിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ള വിലയല്ല ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടിയ വില ഇപ്പോൾ കേരളത്തിലാണെന്നേ. അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ വില കൂട്ടുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കാത്തുനിൽക്കണോ? ടാക്സ് ടെററിസം എന്ന് പറഞ്ഞ ആളുകൾക്ക് വാക്കുപാലിക്കാൻ. അല്ല, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്രം വർദ്ധിപ്പിക്കാതെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൊടുക്കാൻ എന്ന കാരണത്താൽ 2 രൂപ പെട്രോളിനും ഡീസലിനും അധിക നികുതി ചുമത്തിയ ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ ഗവൺമെൻറ്. അത് പിൻവലിക്കാലോ? അല്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ പിൻവലിക്കാനുള്ള ഒരു സമയമെന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച പോലും ആയില്ലല്ലോ. ഒരു കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള സമയം അടുത്ത മന്ത്രിസഭാ യോഗം ചേർന്ന് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമെടുത്ത് വ്യക്തമായ ഈ കാര്യങ്ങൾ ഒരു ബ്രീത്തിങ് സമയം ഞങ്ങൾക്കൊന്ന് നിൽക്കാനുള്ള ഒരു സമയം നിങ്ങൾ തരട്ടെ. ആ സമയം കഴിയുമ്പോഴേക്കും നിശ്ചയമായും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ചർച്ചകൾ നടത്തും, അതിൻ്റെ നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ദിവസവും ഇങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ അനിശ്ചിതത്വം എപ്പോൾ തീരും, ആ തീരുന്ന മുറയ്ക്ക് തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം. ഇവിടെ ഒരു കാര്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞത്, ഇന്ധന വില നിർണ്ണയിക്കാനുള്ള തീരുമാനം എണ്ണ കമ്പനികൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഈ തീരുമാനമൊക്കെ അന്ന് ഉണ്ടാക്കിയതും കോൺഗ്രസ് ആണ്. ഞങ്ങളൊരു ഘട്ടത്തിൽ ഈ തീരുമാനം ഉണ്ടാക്കിയതായാലും CPM അല്ലല്ലോ, ഇടതുപക്ഷമല്ല, ഇന്ത്യ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ആണ് തീരുമാനമുണ്ടാക്കിയത്. അത് തീരുമാനമുണ്ടാക്കിയ ഞങ്ങൾ തന്നെ ആ തീരുമാനം കുറച്ചുകൂടി ഗുണകരമായി വരും എന്ന രീതിയിൽ ആ തീരുമാനം ഞങ്ങൾ മാറ്റി. ഇനി ഞങ്ങളെടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ വരിക, അതിനുശേഷം നിങ്ങളുടേതായ നയങ്ങൾ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ നയങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എടുത്ത ഒരു തീരുമാനം
ഞങ്ങൾ തിരുത്തി. അതുകൊണ്ടാണ് എണ്ണ കമ്പനികൾ ഈ അദാനി അംബാനി ഒന്നും ഞങ്ങൾ ഓയിൽ പൂൾ കമ്മി നിരത്തുന്ന കാലഘട്ടത്തിൽ, അന്ന് ഇന്ദിരാഗാന്ധി ആ നിയമം കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ അദാനി അംബാനി ഒന്നും ചിത്രത്തിൽ പോലും ഇല്ലെന്നേ. അവരൊന്നും അന്ന് ചിത്രത്തിൽ പോലും ഉള്ളതല്ല. അവരൊക്കെ വന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇന്ധന വിലയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ബാധ്യസ്ഥമായ കേന്ദ്ര ഗവൺമെൻറ്. ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില $142 എത്തിയ ഘട്ടത്തിൽ ഞങ്ങൾ അന്ന് 55 രൂപയ്ക്ക് പെട്രോളും 50 രൂപയ്ക്ക് ഡീസലും കൊടുത്തതാണ്. 10 കൊല്ലം മുമ്പുള്ള കഥ. അന്ന് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ $142 എത്തിയ ഘട്ടത്തിൽ. അപ്പോൾ ഇപ്പോൾ അത് $103-104 എത്തിയിട്ടുള്ളൂ ബാരലിന്. അപ്പോഴും എത്രയാണ് അന്നുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ അതിനപ്പുറം വില പോയിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, ഓക്കെ. ശ്രീ എസ് ഡിന്നി, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില 4 തവണയാണ് മെയ് 15 മുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 7-8 രൂപയുടെ വർധനവ് 1 ലിറ്ററിന് മേൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം. ഇനി വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കഴിഞ്ഞ ദിവസത്തോടെ കൂട്ടി 3140 രൂപയായിരിക്കുന്നു വാണിജ്യ സിലിണ്ടറിന്റെ വില. ഹോട്ടൽ ഉടമകളോട് ചോദിച്ചു നോക്കൂ, പലയിടത്തും കിട്ടാനില്ല. കരിഞ്ചന്തയിൽ സിലിണ്ടർ വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ കൂടിയുണ്ട്. ചായക്ക് പോലും എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയൊരു ചായ കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ചായക്കടക്കം 5 രൂപ കൂടാത്ത ഏത് സ്ഥലമുണ്ട് കേരളത്തിൽ? ഈ രാജ്യത്ത് ഈ നിലയ്ക്കാണ് കേരളത്തിൽ, ഇന്ത്യയിൽ വിലക്കയറ്റം പോകുന്നത് എങ്കിൽ എങ്ങനെ ജനങ്ങൾ ജീവിക്കുമെന്നുള്ളതാണ് പ്രശ്നം. പ്രാഥമിക ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. നോക്കൂ ശ്രീ അഭിലാഷ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ഇതിന്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തിന്റെ മെയിൻ റീസൺ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ യുദ്ധം തന്നെയാണ്. അവിടുന്ന് യുദ്ധത്തിൽ നടക്കുന്നുണ്ട്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നുണ്ട്, അവിടുന്ന് പെട്രോളും പ്രോഡക്ട്സ് ക്രൂഡ് ഓയിൽ വരുന്നില്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനുവേണ്ടി ഭാരത സർക്കാർ എന്തൊക്കെ ചെയ്തു? ഈ യുദ്ധം തുടങ്ങിയ കഴിഞ്ഞിട്ട് 10 രൂപ വെച്ചിട്ടുള്ള ടാക്സ്, അതായത് അവിടുന്ന് വരുന്ന ഇമ്പോർട്ട് ചെയ്യുന്നതിന് അത് 10 രൂപ വെച്ച് പെട്രോളിലും ഡീസലിനും കുറച്ചു. അത് കുറച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് വില കൂടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യം ചെയ്തു. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ശരിയാണ്, വില കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കൂ, നമ്മളെ ഈ രാജ്യം മറ്റ് രാജ്യങ്ങൾ, ഞാൻ പറയുന്നത് നമ്മൾ ഇവിടുത്തെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല, ഇവിടെ ശരിയാണ് സാധാരണക്കാർക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളിൽ പോലും ഇത് എഫക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ രാജ്യം നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള നടപടികൾ എടുത്തുകൊണ്ടാണ്. 10 രൂപ വെച്ച് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എത്രമാത്രം നമുക്കത് ഗവൺമെന്റിന്റെ നഷ്ടം വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം 2 രൂപ പോലും കുറയ്ക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു വിഷയം വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന് ആർക്ക് മാറ്റാൻ പറ്റത്തില്ല, യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അവിടെ ചെയ്യുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ലഭ്യത. ഒരു കാരണവശാലും ലഭ്യതയ്ക്ക് ഒരു കുറവും വരും. നമ്മുടെ LPG ആയാലും പെട്രോൾ ആയാലും ഡീസൽ ആയാലും അത് അങ്ങനെ വരരുത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി. ഇതുവരെ ഒരു കാരണവശാലും എങ്ങും ലഭ്യതയില്ലാത്ത ഒരു പ്രശ്നം വന്നിട്ടില്ല. രണ്ടാമത് ഈ വില കയറ്റത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുക, അതിനു വേണ്ടിയുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റ് മാത്രം ചെയ്താൽ പോരാ. 10 രൂപ വെച്ച് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചപ്പോൾ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അത് ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് കേരളത്തിൽ. അവിടാണ് നമ്മൾ ഇന്നത്തെ ആ ചർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു സഭയിൽ നടന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ശ്രീ അഭിലാഷ്, 1980 തൊട്ട് ഈ മുന്നണി സംവിധാനം വന്നപ്പോൾ തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് LDF UDF. അപ്പൊ LDF ഭരണത്തിലാണെങ്കിൽ UDF പ്രതിപക്ഷമാകുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് എന്തും പറയാം, എന്തും ചോദിക്കാം. അങ്ങനെ അപ്പൊ അതും തെറ്റും. അടുത്ത പ്രാവശ്യം അവർ വരുമ്പോൾ പിന്നെയും അതുപോലത്തെ തിരിച്ചു വരും. ഇന്ന് അവിടെ നടന്ന അതല്ലേ? ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അദ്ദേഹം ചോദിക്കുകയാണ്, ശ്രീ തോമസ് ഐസക് പറഞ്ഞത് മണ്ടത്തരമാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ മണ്ടത്തരം ചെയ്യണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേ വാക്കായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ സിസ്റ്റം ഈ കേരളം കണ്ടതിനകത്ത് അവിടെ BJPയുടെ ഒരു MLA ശ്രീ ഞങ്ങളുടെ അവിടുത്തെ ലീഡർ ശ്രീ BB ഗോപകുമാർ പറഞ്ഞു, ഈ 2 മുന്നണികളുടെയും കാരണം കൊണ്ടാണ് ഈ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ. ഇത് വെറും ഒരു പെട്രോൾ ഇഷ്യൂ അല്ല ശ്രീ അഭിലാഷ്, ഇത് വെറും ഒരു എന്താ പറയുക വിലക്കയറ്റം ഇഷ്യൂ മാത്രമല്ല. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ കൊണ്ടുവന്നതിന് ഈ 2 മുന്നണികൾക്കും തുല്യമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്നുള്ള കാണിക്കുന്ന കൂടി. കേരളത്തിൽ മാത്രമുള്ള സാഹചര്യമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഇതാണ് അവസ്ഥ. കേരളത്തിൽ മാത്രമല്ല എണ്ണ വില വർദ്ധിച്ചിരിക്കുന്നത്, പാചകവാതകത്തിന്റെ വില വർധന ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഇവിടെയുള്ള ആളുകളെ പഴിക്കാം. പക്ഷേ ഇത്ര രൂക്ഷമായ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുകയാണ്.
വലിയ തോതിൽ ഒന്ന് നമ്മുടെ ഇനി അതിന്റെ വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ വേറെയുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു, ഇറക്കുമതി ചെലവ് കൂടുന്നു, ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് കുറയുന്നു. ഇങ്ങനെ നമ്മൾ ഇതിന്റെ എക്കോണമി സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉടനെ നമുക്ക് നരേന്ദ്രമോദി വിചാരിച്ചാൽ ഹോർമൂസ് തുറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രംപിനെ കൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. അതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവിതം എന്നുള്ള കാര്യത്തിനൊരു വലിയ പ്രാമുഖ്യമുണ്ടല്ലോ. അത് നിറവേറ്റേണ്ട അല്ലെങ്കിൽ അത് നന്നാക്കേണ്ട, അത് ഈസി ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്. ഉണ്ട് അതാണ് അഭിലാഷ്, ഞാൻ അതിനൊരു ചോദ്യത്തിന് ആ ഒരു ഉത്തരം നോക്കൂ. ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമില്ല? തമിഴ്നാട് ഭരിക്കുന്ന BJP അല്ലല്ലോ. എന്തുകൊണ്ട് കർണാടകത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല? കർണാടക ഭരിക്കുന്ന BJP ആണോ? അല്ല. അവിടെ അങ്ങ് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു, ഏകദേശം 10 രൂപയുടെ വില വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഈ 10 രൂപ വെച്ച് വില കുറയ്ക്കാൻ സാധിക്കുക? എന്തുകൊണ്ട് കേരളത്തിൽ സാധിക്കുന്നില്ല? അപ്പൊ ആ മണ്ടത്തരങ്ങൾ എന്താ തമിഴ്നാട് മാത്രം കാണിക്കുകയാണോ? അപ്പൊ ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയാണ് ഇതിപ്പോ ചെയ്യാൻ പറ്റത്തില്ല, അത് വില കുറച്ച് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ആ വില എവിടം വരെ പോകും, അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് എടുക്കാൻ പറ്റൂ. അത് ആദ്യം അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം സഭയിൽ വെച്ച് പറഞ്ഞ കാര്യം വെച്ച് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനത്തെ മണ്ടത്തരത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു കാര്യത്തിലും അദ്ദേഹം ചെയ്യാനുള്ള ആഗ്രഹം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്റെ ചോദ്യം വളരെ ലളിതമായിട്ട് അങ്ങ് പറഞ്ഞ ചോദ്യം, എന്തുകൊണ്ട് സാധാരണക്കാരായ മലയാളികൾക്ക്, സാധാരണക്കാരായ തമിഴ്നാട്ടിലെ ഉള്ള ആ ജനങ്ങൾക്ക് കിട്ടുന്ന അതേ ആനുകൂല്യം എന്തുകൊണ്ട് കിട്ടുന്നില്ല? കേന്ദ്ര സർക്കാർ രണ്ടുപേർക്ക് സെയിം ആണല്ലോ. ആ ആനുകൂല്യം മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. പക്ഷെ അതുപോലും ചെയ്യാൻ തയ്യാറല്ലാത്തത്, അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ പറയും, നിങ്ങൾ ഭരണത്തിൽ വരുമ്പം അത് നേരെ മറിക്കും. ഇതുകൊണ്ടാണ് നമ്മളെ കേരളത്തിന്റെ അവസ്ഥ. എത്രമാത്രം കടത്തിന്റെ പറയുന്ന വാക്കുകൾ ഭരണപക്ഷത്തെത്തുമ്പോ മറക്കുന്നോ എന്ന ചോദ്യം വാലിഡ് ആണ്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. KT കുഞ്ഞിക്കണ്ണൻ, ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. യുദ്ധമാണ്, യുദ്ധം എല്ലാവരെയും ബാധിക്കുന്നു. ഇന്ത്യയുടെ എക്കോണമിയെ യുദ്ധം ബാധിച്ചിട്ടുണ്ട്, നമുക്ക് തർക്കമില്ലല്ലോ. ഗൾഫിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റെമിറ്റൻസ് കുറയാണ്. നമ്മുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ്. അപ്പോൾ ഗൾഫിൽ നിന്നുള്ള പണം വരവ് കുറയുന്നത് നമുക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. അതായത് എണ്ണവില വർദ്ധിക്കുന്നു, സ്വാഭാവികമായിട്ടും കടത്തുകൂലി കൂടുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചയായിട്ട് അധികാരത്തിൽ വന്ന, അല്ലെങ്കിൽ പരമാവധി 2 ആഴ്ചയായിട്ട് ഭരണത്തിലുള്ള സർക്കാർ ഇതിനൊക്കെ സമാധാനം പറയണം എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? അഭിലാഷ്, അതിലേക്ക് ഞാൻ വരാം. BJP-യുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കാര്യങ്ങളോടൊന്ന് പ്രതികരിച്ചു പോകണം. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ഇന്ധന വില നിലനിൽക്കുന്ന, ഇന്ധന നിരക്കുള്ള രാജ്യം ഇന്ത്യയാണെന്നാണ്. ഏതാണ് അദ്ദേഹത്തിൻ്റെ സോഴ്സ് എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും ശ്രീലങ്കയെക്കാളും മറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെക്കാളും ഇന്ധനവില, പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും ഏറ്റവും കൂടിയ വില നിരക്കുള്ള രാജ്യം ഇന്ത്യയാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണ്. അദ്ദേഹം പറയാണല്ലോ, എന്താ ചെയ്യുക, ഹോർമൂസ് കടലിടുക്കിൽ വലിയ ഉപരോധമാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ പെട്രോളിയം മന്ത്രാലയം ഇവിടെ കമ്മിയൊന്നും വരാതെ, ഇവിടെ ലഭ്യതക്കുറവില്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഓർമ്മിക്കണം, ഈ കുറഞ്ഞ വിലക്ക് റഷ്യയും വെനിസ്വലയും നമുക്ക് ഇന്ധനം തരാൻ, എണ്ണയും പാചകവാതകവും തരാൻ തയ്യാറായിരുന്നു. മിസ്റ്റർ ട്രംപിൻ്റെ കൽപ്പനയനുസരിച്ച് റഷ്യയുടെ എണ്ണ വാങ്ങിച്ചില്ല, ക്രൂഡ് ഓയിൽ വാങ്ങിച്ചില്ല. ട്രംപ് കൽപ്പിച്ചതുകൊണ്ടല്ലേ റഷ്യയുടെ എണ്ണ വാങ്ങിക്കാതിരുന്നത്? റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ എണ്ണ വാങ്ങിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി നമുക്കുണ്ടാവുമോ? അന്താരാഷ്ട്ര തലത്തിൽ എണ്ണയുടെ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഈ യുദ്ധം തുടങ്ങുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. അതിനുശേഷമാണ് ഇന്നത്തെ രീതിയിൽ $111-112 ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയത്. അതിനു മുമ്പ് $60-65 ബാരലിന് വില. ആ സമയത്ത് ഇവിടെ വില കുറച്ചു. നിങ്ങൾ എണ്ണ കമ്പനികൾക്ക്, റിലയൻസിനും അദാനിക്കും കൊള്ളയടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. എങ്ങനെയാണ് റിലയൻസിൻ്റെയും അദാനിയുടെയും കൈകളിൽ ഇന്ത്യയുടെ എണ്ണപ്പാടവും ഇന്ത്യയുടെ എണ്ണ വിതരണവും എത്തിയത് എന്ന കാര്യത്തിന് സേനാപതി വേണു ഇവിടെ എന്താണ് എത്ര ലളിതമായിട്ടാണ് എനിക്ക് മറുപടി പറഞ്ഞത്. ഇന്ദിരാഗാന്ധി അല്ലേ ഇത് ഉണ്ടാക്കിയതെന്ന്. സേനാപതി വേണു, നിങ്ങൾ മനസ്സിലാക്കണം, 1948-ലാണ് ഇന്ത്യയുടെ 1ാമത്തെ മൈനിങ് ആക്ട് വന്നത്. ആ നാഷണൽ മൈനിങ് ആക്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അന്നത്തെ ഖനന, പെട്രോളിയം വകുപ്പിൻ്റെയൊക്കെ ചുമതലയുണ്ടായിരുന്ന മഹാനായ ജവഹർലാൽ നെഹ്റു ആ ഖനന നിയമം അവതരിപ്പിച്ചുകൊണ്ട് ഇത് സോവിയറ്റ് മാതൃകയിലുള്ള എണ്ണ പോലെ
ഫോസിൽ ഇന്ധനങ്ങൾ പോലെ, ധാതുക്കൾ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവങ്ങളുടെ ഖനിജങ്ങളുടെ മണ്ഡലത്തിൽ ഒരു കാരണവശാലും സ്വകാര്യ മേഖലയ്ക്ക്, അത് നാടനാവട്ടെ വിദേശിയാവട്ടെ, ഖനനാനുമതി ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഒന്നാമത്തെ മൈനിങ് ആക്ട്. അതിലൊക്കെ ഭേദഗതി വരുത്തിയത് 90-കൾക്ക് ശേഷം നരസിംഹറാവുക. ആ നരസിംഹറാവു ഭേദഗതി വരുത്തി ഇന്ത്യയിൽ ഒരു അദാനിയുടെയും ഒരു അംബാനിയുടെയും കയ്യിൽ ഒരെണ്ണപ്പാടം ഉണ്ടായിരുന്നില്ല, ഒരെണ്ണ വിതരണ ശൃംഖലയും ഉണ്ടായിരുന്നില്ല. മുഴുവൻ ONGCയുടെ കീഴിലായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഖനന പരിവേഷണത്തിനും ഖനനത്തിനും സംസ്കരണത്തിനുമുള്ള ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളുമുള്ള ഒരു പൊതുമേഖലാ കമ്പനിയായിരുന്നു. സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ കമ്പനിയായിരുന്നു ONGC. ആ ONGCയെ തകർത്ത് നിങ്ങൾ അംബാനി അദാനിമാരുടെ ടാറ്റമാരുടെ കൈകളിലേക്ക് ഇന്ത്യയിലെ പെട്രോളിയം മേഖലയും അതേപോലെ തന്നെ പ്രകൃതിവാതക മേഖലയും അടിയറ വെച്ചു നിങ്ങൾ. അതിന്റെ ദുരന്ത ഫലമാണ്. ഇപ്പൊ BJP വന്നപ്പോൾ എന്താണ് നിങ്ങൾ തുടങ്ങി വെച്ച നയങ്ങൾ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ മുത്തപ്പന്മാരായ BJPക്കാര് വളരെ ശക്തമായി നടപ്പാക്കുക. അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. IASയുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ, ഇന്ത്യയിൽ പെട്രോളിയം മേഖലയിൽ എണ്ണ വിലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനികൾ നൽകിയിരിക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ലാഭത്തിന്റെ കണക്ക് എത്രയാ? 1,25,000 കോടിയുടെ ലാഭമുണ്ട്. അപ്പോൾ ലാഭമുള്ള കമ്പനികൾ നഷ്ടത്തിലാണെന്നാ പറയുന്നത്. ഇപ്പോൾ ഹരീന്ദർ സിംഗ് പുരി, അദ്ദേഹമാണല്ലോ നമ്മളെ പെട്രോളിയം വകുപ്പിന്റെ, അതിന്റെ ഉപഭോക്തൃ മലയാളിയായിട്ടുള്ള മിസ്റ്റർ സുരേഷ് ഗോപിയ ഉപമന്ത്രി. ഈ സുരേഷ് ഗോപി ഈ കാര്യമൊക്കെ അറിയുന്നുണ്ടോ എന്ന് നമ്മൾ അറിയില്ല. അപ്പോ ഹരീന്ദർ സിംഗ് പുരി എന്താ പറഞ്ഞത്? ഹരീന്ദർ സിംഗ് പുരി പറഞ്ഞത് കമ്പനികൾ നഷ്ടത്തിലാണ്, ഇവിടെ എണ്ണ മേഖല വലിയ നഷ്ടത്തിലാണ്, പ്രതിദിനം 1000 കോടിയുടെ നഷ്ടമുണ്ടാകുന്നു, അതുകൊണ്ട് വില കൂട്ടാതിരിക്കാൻ പറ്റില്ലെന്നാണ്. അപ്പം നിങ്ങൾ പറയുന്ന ന്യായങ്ങളൊക്കെ കമ്പനികളെ, സ്വകാര്യ മൂലധന ശക്തികളെ സേവിക്കാനുള്ളതാണ്. ഇന്ത്യയുടെ പൊതുമേഖല തകർത്ത 90-കളുടെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ദുരന്തം കൂടിയാണ് നമ്മളിപ്പോ എന്തായാലും റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സപ്ലൈ ചെയിൻസ് ഡിസ്റപ്റ്റഡ് ആണ്, അതൊരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ പൂർണ്ണമായും വഴങ്ങി റഷ്യൻ ഓയിൽ വേണ്ടെന്ന് വെക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ സംസാരിക്കുന്ന മൊമെന്റിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം അവൈലബിലിറ്റി മാത്രമല്ലല്ലോ, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ശ്രീ സേനാപതി വേണു ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ ആഗോള സാഹചര്യം. 2, കേരളത്തിലെ സാഹചര്യം. അദ്ദേഹം പറയുന്നത് 2893 കോടി രൂപ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞ സർക്കാർ കൊടുക്കാറുണ്ട്, കഴിഞ്ഞ സർക്കാർ മണ്ടത്തരാവെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ ജനം അധികാരത്തിൽ ഏറ്റിയതും കഴിഞ്ഞ തവണ ഭരിച്ച ആളുകളെ ഇപ്പോൾ പ്രതിപക്ഷത്തിൽ ഇരുത്തുന്നതും പുതിയ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തു, കഴിഞ്ഞ സർക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് ആക്ഷനാണ്. അല്ല, ഞങ്ങൾ കഴിഞ്ഞ സർക്കാർ ചെയ്ത തെറ്റുകൾ അത് ജനങ്ങൾ അവരെ ശിക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഈ ഒരാഴ്ച കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് ശരിയാക്കാൻ കഴിയില്ല. ഒന്ന്, ഇപ്പോഴും ഉദ്യോഗ രംഗങ്ങളിലും ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലുമൊക്കെ പണ്ടിരുന്ന ആളുകൾ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഒരു അഴിച്ചുപണി നടത്തി. അത് ഒരു 6 മാസക്കാലമൊക്കെ പിടിക്കുന്ന ഒരു ഗവൺമെൻറ്, 5 കൊല്ലക്കാലത്തേക്ക് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെൻറ്, അതിൻ്റെ ഒരു ഇനിഷ്യൽ നടപടികൾ അതൊരു പൂർണ്ണത മീൻസ് ഒരു 100% അതിൻ്റെ ഒരു ഫംഗ്ഷനിലേക്ക് വരാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസക്കാലമെങ്കിലും എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ കാലത്തുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള എന്തൊക്കെ പ്രശ്നം. അദ്ദേഹം ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ മോഡിലാണ്. അതായത് ആ കുറ്റം ഈ കുറ്റം. ഇനിയിപ്പോ കുറ്റം പറയാനല്ല, ഇനി അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കേരളം നോക്കുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു കേരളമാണ് ഇൻഫ്ലേഷന്റെ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സൂചികയിൽ കേരളം 7ാം സ്ഥാനത്താണ്. എന്ന് മാത്രമല്ല അതിനു മുമ്പ് ഈ വർഷം തുടക്കം മുതലെടുത്താലും കേരളം എവിടെയും ഈ പണപ്പെരുപ്പ നിരക്കിൽ ഇൻഫ്ലേഷനിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവിന്റെ മോഡ് ഓഫ് ആക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ മോഡിലേക്ക് എപ്പോൾ വരും? അതാണ് കേരളം കാത്തിരിക്കുന്നത്. അത് ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ മോഡിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മോഡിലേക്ക് വന്നല്ലോ. അതുകൊണ്ടാണ് മഞ്ഞക്കുറ്റി കേരളത്തിൽ എന്നേക്കുമായി ഞങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കേരയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത ഗുരുതരമായ ക്രമക്കേടുകളും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ചൊക്കെ അത് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പരിഹാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 266 ദിവസം സമരം ചെയ്തവരാണ്
നമ്മുടെ ആശാ വർക്കർമാർ. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യത്തെ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഞങ്ങൾ അവർക്ക് 3000 രൂപ ആദ്യത്തെ ഘട്ടം ഞങ്ങൾ 21,000 രൂപ അവർക്ക് കൊടുക്കും. അത് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞങ്ങൾ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഞങ്ങൾ ആ തീരുമാനമെടുത്തല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനമെടുത്തെടുത്ത് വരുന്നു. പക്ഷേ ആ തീരുമാനം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ ചിലപ്പോൾ അതൊരു 3 മാസമോ 4 മാസമോ 5 മാസമോ ആ കാലഘട്ടത്തിൽ ഇതാരാണ് ഈ ദുരന്തങ്ങൾ വരുത്തി വെച്ചത് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം റിസർവ് ചെയ്താണ് പറഞ്ഞത്. അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ധവളപത്രം പുറത്തു വന്നതിന് ശേഷം നമുക്കറിയാം. ഇപ്പം കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടിക്കാരൊക്കെ ഇപ്പം മേനി നടിക്കുന്നത് കിഫ്ബി ഉള്ളതുകൊണ്ടാണ് കേരളം രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെയൊക്കെ മാനദണ്ഡം എന്ന് പറയുന്നത്? അമിതമായ പലിശയ്ക്ക് പണം കടമെടുക്കുക, ഊരാളുങ്കൽ പോലുള്ള ഇല്ലെങ്കിൽ നിർമ്മാണ കമ്പനികൾക്ക് അമിതമായ രീതിയിൽ ഇത് കൊടുക്കുക, അതിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക ബാധ്യതയും സർക്കാർ കൊടുത്തു തീർക്കേണ്ടി വരുന്ന പലിശ എത്ര, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സുവ്യക്തമായ രീതിയിൽ പഠനങ്ങൾ നടത്തി ഞങ്ങളൊരു ധവളപത്രം പുറത്തിറക്കും. അത് പുറത്തിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ ചിത്രം പുറത്തു വരും. അതാണ് ഇന്ന് കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ച്. ഇവിടെ പ്രതിപക്ഷം പറയുന്ന പോലെ ഇടുകുടുക്കെ ചോറും കറി, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആ ഗവൺമെൻറ്റിന് അതിൻ്റെ എന്താ പറയുന്നത് ആ ഒരു പ്രോസസ്സ് ആ ഒരു മെഷീനറിയിലൂടെ മാത്രമേ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതിന് സമയമെടുക്കും. ആ സമയം എടുക്കുന്നത് കൊണ്ട് ഈ ഗവൺമെൻറ് ഇല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നില്ല എന്നുള്ള വാദഗതികളിലൊന്നും അർത്ഥമില്ല. ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, അത് നടപ്പിലാക്കാൻ സമയം ആവശ്യമാണ്. സമയബന്ധിതമായി ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും. ക്ഷമ വേണം, സമയമെടുക്കും എന്നുള്ളതാണ് വി ഡി സതീശൻ സർക്കാരിന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളതെന്ന് കോൺഗ്രസ് പറയുന്നു. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഡിന്നി, രാജ്യം ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ധനവിലയിൽ വന്ന മാറ്റം അത് ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ മാറ്റം വരും. ജനങ്ങൾ വലിയ തോതിൽ അവരുടെ ജീവിത ചെലവുകൾ കണ്ടെത്താനായി വലയും എന്ന ഒരു വലിയ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. കടത്തുകൂലി കൂടുന്നത് കൊണ്ട് കൺസ്യൂമർ സ്റ്റേറ്റുകൾക്ക്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഉള്ള അവസ്ഥയേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടാവും. തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി യുവാക്കളുടെ മുമ്പിലെത്തുന്നു. യുവാക്കൾ പ്രത്യേക നിലയിൽ ചിന്തിക്കുകയാണ്. യുവാക്കളുടെ നേതൃത്വത്തിൽ ക്രോക്രോച്ച് പാർട്ടിയൊക്കെ ഉണ്ടാക്കി നാളെ പ്രൊട്ടസ്റ്റിലേക്കൊക്കെ പോവാണ്. അപ്പോൾ ഇത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കൊക്കെ പോവാം. കേന്ദ്ര സർക്കാർ അതിൻ്റെ വലിയ റോൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ശ്രീ അഭിലാഷ്, അങ്ങയുടെ ചോദ്യത്തിൽ ഞാൻ കൃത്യമായിട്ട് വരാം. പക്ഷെ അതിനു മുമ്പ് ശ്രീ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു ഇതുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ പെട്രോൾ എല്ലാം മറ്റ് രാജ്യങ്ങളെ കാട്ടി കുറവാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഈ യുദ്ധം തുടങ്ങിയ ശേഷം മറ്റ് രാജ്യങ്ങളിൽ കൂടിയതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ രാജ്യത്തിൽ കൂടിയിട്ടില്ല. അതായത് UAE പോലത്തെ രാജ്യം, അമേരിക്ക പോലത്തെ രാജ്യമൊക്കെ 45-50% കൂടിയ സ്ഥലത്ത് നമ്മൾ ഏകദേശം 8-9% മാത്രമാണ് കൂടിയിട്ടുള്ളത്. അതാണ് എൻ്റെ പോയിന്റ്. അതുപോലെ തന്നെ മറ്റ് ഇവിടുത്തെ ബാക്കി രാജ്യങ്ങൾ കമ്പയർ ചെയ്താലും അവരൊക്കെ ധാരാളം നേരത്തെ ഉണ്ടായിരുന്ന വിലയെക്കാട്ടി കൂടിയിട്ടുണ്ട് പെർസെൻറ്റേജ് വൈസ്. അതായിരുന്നു ഞാൻ ഒന്ന് പറഞ്ഞത്. രണ്ടാമത് ശ്രീ അഭിലാഷ് എന്നത് തിരുത്തി. റഷ്യയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓയിൽ ഇപ്പോഴും വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അമേരിക്ക പറഞ്ഞുകൊണ്ട് കേട്ടോണ്ടൊന്നും ആരും പറഞ്ഞില്ല. ശ്രീ BB ഗോപകുമാർ സാർ സഭയിൽ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞിട്ട് പേടിച്ചിരുന്നില്ല. ED കണ്ടിട്ട് പേടിച്ചു കാണും. പക്ഷേ അല്ല അനുമതി കുഞ്ഞിക്കണ്ണൻ, ഞാൻ അങ്ങേക്ക് വരാം. അങ്ങ് വേണമെങ്കിൽ കണക്കെടുത്ത് നോക്കാം. ഒരു കാരണവശാലും ഒരു സമയത്ത് നമ്മൾ പൂർണ്ണമായി നിർത്തിയിട്ടില്ല. അതിന്റെ ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. എവിടെ നമുക്ക് കുറച്ച് വിലയിൽ കിട്ടും അവിടെ നമ്മൾ പോകും. ഇപ്പൊ വെനസ്വേലയുടെ കാര്യം പറഞ്ഞു, അമേരിക്കയുടെ കാര്യമുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോളിസിയാണ്. അതായത് ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങാതെ എല്ലാ സ്ഥലത്തു നിന്ന് എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അവിടെയൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അത് അതിന്റെ വിട്ടേക്കും. ഇനി അദാനി, അംബാനി ആൻഡ് റിലയൻസിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. അദാനിയൊക്കെ എന്തൊക്കെയോ വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ അങ്ങയുടെ ഗവൺമെന്റ് തന്നെയല്ലേ വിഴിഞ്ഞം പോർട്ടിൽ അദാനിക്ക് സ്പേസ് കൊടുത്ത് അവിടെ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു
ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. ആ ഇൻവെസ്റ്റ്മെന്റ് നടന്ന സമയത്ത് അദാനിയുടെ സമയത്ത് അങ്ങയുടെ മന്ത്രി ശ്രീ വാസവൻ എന്തായിരുന്നു പറഞ്ഞ മൈ പാർട്ട്ണർ, ഞങ്ങളുടെ പാർട്ട്ണറാണ് അദാനി എന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു അദാനി അങ്ങ് ഇവിടെ വന്നിട്ട് ഈ ചാനലിൽ പറയാണ് അത് അവർ കൊള്ളയടിക്കുകയാണെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ഇരട്ടത്താപ്പില്ലേ. രണ്ടാമത്തെ ഇരട്ടത്താപ്പ് അങ്ങ് പറഞ്ഞു ഗ്ലോബലൈസേഷൻ നമ്മുടെ ആഗോളവൽക്കരണമൊക്കെ കാരണം ഭയങ്കരമായിട്ടുള്ള പ്രശ്നം നടന്നു. അങ്ങയുടെ സർക്കാർ ശ്രീ പിണറായി വിജയൻ തന്നെ എത്രയോ പ്രാവശ്യം വിദേശത്ത് പോയത് എന്തിനു വേണ്ടിയായിരുന്നു? വിദേശത്ത് നിന്നുള്ള നിക്ഷേപം ഇങ്ങോട്ട് വരാൻ. അവരാരാണ് വരാൻ പോകുന്നത്? അവരാരും ഈ ഗ്ലോബൽ ആയിട്ടുള്ള കോർപ്പറേറ്റ്സ് ഒന്നും അല്ലേ വരുന്നത്. അതല്ലായിരുന്നു ആഗ്രഹം. എത്രമാത്രം ഗ്ലോബൽ സബ്മിറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ട്? എന്തിനു വേണ്ട ഗ്ലോബൽ അയ്യപ്പ സബ്മിറ്റ് പോലും നിങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ഈ ആഗോളവൽക്കരണത്തെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 30 വർഷം ബാക്കിലാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ. അങ്ങനെയുള്ള ബഹുമാനം കൊണ്ട് പറയുകയാണ്. അത് ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. അങ്ങയുടെ ഗവൺമെന്റ് പോലും അത് സ്വീകരിക്കുന്നില്ല. ആ നയം ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചൈന പണ്ടേ കളഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് അങ്ങ് ആ രീതിയിലേക്കുള്ളത് അതിനകത്ത് ഒരു കാരണവും ഇപ്പോഴത്തെ ഒരു പ്രസക്തിയില്ല. ഇനി ശ്രീ അഭിലാഷിന്റെ ആ ചോദ്യം നോക്കൂ, വളരെ കൃത്യമാണ്. അത് ഒരു വളരെ കറക്റ്റ് ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. ഒരു ചാലഞ്ചിങ് സമയം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഒരു സ്ഥലത്ത് യുദ്ധം നടക്കുന്നുണ്ട്, ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നേരിടാൻ കഴിവുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ്. നമുക്ക് ഇതിനെക്കാട്ടിയും വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു കോവിഡ് സമയത്ത് നമ്മൾ കണ്ടത്. കോവിഡ് സമയത്ത് ഇതിനെക്കാട്ടിയും വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും പറഞ്ഞു, പല വലിയ രീതിയിലുള്ള എക്കണോമിസ്റ്റ് പറഞ്ഞു, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ആകെ തരിപ്പണമാവും, വലിയ രീതിയിലുള്ള പ്രശ്നമാണ്, പലായനം നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടായിരുന്നു റോഡിലൂടെ നടക്കുന്ന എത്രയൊക്കെ ആളുകൾ പോകുന്നു, BBC റിപ്പോർട്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ അന്നും നടന്നു. പക്ഷെ അതിലൊക്കെ നിന്ന് നമ്മൾ ഭാരതം മുകളിൽ വന്നു. ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമിയായിട്ട് വീണ്ടും മാറി. അത് ഇന്ത്യൻ ഗവൺമെന്റ് പറയല്ല, IMF ആയാലും ശരി, വേൾഡ് ബാങ്ക് ഒക്കെ പറയുക, ഇന്നും അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. ഏകദേശം 7% GDP ഗ്രോത്ത് ഇപ്പോഴും ഭാരതത്തിന് വേണ്ടി ഈ ഏജൻസീസ് എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസിന്റെ നേരെ ഇനിയിപ്പോൾ കോക്രോച്ച് പാർട്ടി ആയാലും ശരി, മറ്റേത് പാർട്ടി ആയാലും ശരി, അതൊക്കെ അവിടെ വന്നും പോയൊക്കെ നിൽക്കും. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള പോളിസി ഡിസിഷൻസ്, കൃത്യമായിട്ടുള്ള ഇന്റർവെൻഷൻസ് അത് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. ഈ ഒരു പ്രതിസന്ധി, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി നമ്മൾ അത് മറികടക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ഒരു യുദ്ധത്തിന്റെ എപ്പോഴാണ് അതിന്റെ കഴിയുന്നത്, അത് ഇമീഡിയറ്റ്ലി ശ്രീ അഭിലാഷ് നമ്മൾ വീണ്ടും ചർച്ചയിലിരിക്കാം. അതിന്റെ ഒരു എക്കണോമിക് ആയിട്ടുള്ള റിവൈവലും ഒക്കെ വരും. ഇപ്പോഴും മറ്റ് പല രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പം ഇപ്പോഴും വേൾഡ് ബാങ്ക് ആയാലും ശരി, IMF-ന്റെ ഒക്കെ റിപ്പോർട്ട്സ് വെച്ച് എന്തെങ്കിലും ഒരു സാധ്യത അവർ കൊടുക്കുന്നെങ്കിൽ അത് ഇന്ത്യൻ എക്കോണമിയാണ്. ഇന്ത്യൻ എക്കോണമിയുടെ ബാക്കിലായിരിക്കും മറ്റ് രാജ്യങ്ങളും കൂടെ അവർ കരകയറാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ആശങ്ക വേണ്ട. ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനുണ്ട്. അതിനെല്ലാം പരിഹാരം കാണും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, 25% വിലക്കയറ്റം ഹോട്ടൽ ഭക്ഷണത്തിനുണ്ട് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ആ കാര്യം. ഒരു ചായ കുടിക്കാൻ വരെ എത്ര വില കൂടി എന്നുള്ളത്. അപ്പോൾ കേരളം രൂക്ഷമായ വിലക്കയറ്റത്തിലാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു. അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരു ധവളപത്രം പുറത്തിറക്കുകയാണ് എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. ആ ധവളപത്രത്തിന്റെ കാര്യം ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞപ്പോൾ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ധവളപത്രം പുറത്തിറക്കുന്നതിനെ എന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെ പേടിയുടെ ആവശ്യമുണ്ടോ? ധവളപത്രത്തെ ഒന്നും ഇവിടെ ആർക്കും പേടിയില്ല. അതൊക്കെ എന്താണ്, VD സതീശൻ്റെ ശരീരഭാഷ തന്നെ നിയമസഭയിൽ കണ്ടാലറിയാം. അദ്ദേഹം എത്തപ്പെട്ട പ്രതിസന്ധി, അദ്ദേഹം ഇവിടെ വാചകമടിച്ച് നടന്ന ഒരു കാര്യവും നടപ്പാക്കാനാവാതെ വളരെ ദയനീയനായി പരാജയപ്പെട്ട് വാചകടി കൊണ്ട് മാത്രം ഭരണവും രാഷ്ട്രീയവും നടത്താമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് VD സതീശൻ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് BJP സുഹൃത്ത് പറഞ്ഞ കാര്യത്തോട് ഒന്ന് പ്രതികരിക്കണം. അദ്ദേഹം പറയുന്നത് ഗ്ലോബലൈസേഷനൊക്കെ വിമർശിക്കുന്ന കാലം കഴിഞ്ഞെന്നാണ്. ഞാൻ 30 വർഷം പിറകോട്ടാണെന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, അങ്ങയുടെ മന്ത്രിമാർ ഈ പാചകവാതകത്തിൻ്റെയൊക്കെ വില കൂട്ടുമ്പോൾ പറയുന്നത് കൃഷിമാരുടെ ഇന്ത്യയിൽ ആരും പാചകവാതകം ഉപയോഗിച്ചിട്ടില്ല, LPG ഉപയോഗിച്ചില്ല, അവരൊക്കെ വിറക് ഉപയോഗിച്ചതാണ്. അപ്പോൾ അങ്ങ് സഹസ്രാബ്ദങ്ങൾക്ക് പിറകിലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങയെപ്പോലുള്ള ആളുകളെ എന്തിനെയാണ് ന്യായീകരിക്കുന്നത്? ഇന്ത്യ പോലെ അതിശക്തമായ ഒരു പൊതുമേഖലാ സംവിധാനം, എണ്ണയുടെ ഖനനത്തിലും എണ്ണയുടെ സംസ്കരണത്തിലും എണ്ണയുടെ വിതരണത്തിലും ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തെ തകർത്ത് അത് അദാനിമാരുടെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വാജ്പേയി ഒക്കെ ഈ രാജ്യത്ത് എൻറോണിനെതിരായിട്ട് വലിയ വാദകടിച്ച ആളുകളല്ലേ? ബോംബെ ഹൈയില് എൻറോൺ വലിയ രീതിയിൽ എണ്ണപ്പാടകൾ തുടങ്ങി, സ്വകാര്യവൽക്കരണം ആരംഭിച്ചു. ഇവിടുത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അതിനെതിരായിട്ട് ശബ്ദമുയർത്തി. പക്ഷെ നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ എന്താണിത്? അതേ എൻറോൺ അനുമതി കൊടുക്കുക ചെയ്ത്.
അതേ കള്ളക്കമ്പനിക്ക് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. എൻറോൺ വഴി അത്തരത്തിലുള്ള പദ്ധതികൾ വഴിയാണ്, ഫാസ്റ്റ് ട്രാക്ക് പദ്ധതികൾ വഴിയാണ് ഇന്ത്യയുടെ പെട്രോളിയം രംഗത്തേക്ക് സ്വകാര്യ മൂലധന ശക്തികൾ, വിദേശ മൂലധന ശക്തികൾ വന്നത്. അപ്പോൾ ആ ചരിത്രമൊക്കെയാണ് നമ്മുടെ എണ്ണ കുഴിച്ചെടുക്കുന്നതിൻ്റെയും സംസ്കരിക്കുന്നതിൻ്റെയും വിതരണം ചെയ്യുന്നതിൻ്റെയും അത് ഏറ്റവും ലാഭകരമായ വിലക്ക്, ഏറ്റവും സഹിക്കാവുന്ന വിലക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രക്രിയ തന്നെ തടഞ്ഞത് കടുത്ത സ്വകാര്യവൽക്കരണം. ആ സ്വകാര്യവൽക്കരണത്തിൻ്റെ സമ്പദ്ശാസ്ത്രപരമായ സംജ്ഞയാണ് ആഗോളവൽക്കരണം. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ ന്യായീകരണവുമായി ഈ നയത്തെ കുറിച്ച് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അയാളുടെ PR വർക്കിന്റെ ഭാഗമായിട്ട് ഒരു പുസ്തകം മലർത്തിപ്പിടിച്ച് വായിക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചിരുന്നല്ലോ. ടെക്നോ ഫ്യൂഡലിസം, വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം എന്താ പറയുന്നത്? ഞങ്ങൾ 30 വർഷം മുമ്പ് ജീവിക്കുകയാണെന്നൊക്കെ പറയുന്നത് അങ്ങ് മനസ്സിലാക്കണം. മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഗ്രീസ് ഉൾപ്പെടെയുള്ള യൂറോപ്പ് എന്ന് പറയുന്നത്. ആ യൂറോപ്യൻ സമ്പദ്ഘടനയിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള, ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എന്താണ് ആഗോളവൽക്കരണം ഉണ്ടാക്കിയത്? എന്താണ് നിയോ ലിബറലിസം ഉണ്ടാക്കിയത്? അതെങ്ങനെയാണ് സമ്പദ്ഘടനയെ തകർത്തത്? അതെങ്ങനെയാണ് മാന്ദ്യത്തിലേക്കും വിലക്കയറ്റത്തിലേക്കും പണപ്പെരുപ്പത്തിലേക്കും എത്തിയത്? അതെങ്ങനെയാണ് ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റാഗ്ഫ്ലേഷനിലേക്ക് സമ്പദ്ഘടനകളെ എത്തിച്ചത്? അതെങ്ങനെയാണ് ജനങ്ങളിൽ വിലക്കയറ്റവും മറ്റനവധി ദുരിതങ്ങളുമായിട്ട് വളരെ കഷ്ടകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ലോകത്ത് ചിന്താശേഷിയുള്ള, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് ചിന്തകന്മാരും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും ഒരുപാട് സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സഹസ്രാത്രങ്ങൾക്ക് പിറകിൽ കൃഷി സംസ്കാരം ഒരു പ്രസ്ഥാനം ഇല്ല. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ചോദിച്ചോ, ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അങ്ങേപ്പോലുള്ള ആളുകളെ ഈ ഗ്ലോബലൈസേഷനെ ന്യായീകരിക്കുമ്പോൾ ഗ്ലോബലൈസേഷന്റെ സ്തുതിപാഠകരായ എല്ലാ പണ്ഡിതരും അത് ലോകത്ത് ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയത് അസമത്വങ്ങളാണ്. അസമത്വങ്ങളുടെ വിളനിലമാക്കി ഈ ഭൂമിയെ മാറ്റി അത് സമ്പത്തിന്റെ വൻതോതിലുള്ള കേന്ദ്രീകരണം വഴി മഹാഭൂരിപക്ഷത്തെയും ദരിദ്രവൽക്കരിച്ചു. ആ ദരിദ്രവൽക്കരണത്തിന്റെ പാതാളക്കുഴികളിലേക്ക് ഇന്ത്യയെ എടുത്തെറിയുകയാണ് നരേന്ദ്രമോദിയുടെ നയങ്ങൾ. ആ നയങ്ങളെ എതിർത്തു പോകാതെ ഒരു രക്ഷയുമില്ല. ഇവിടെ വി ഡി സതീശന്റെ പ്രശ്നം ചർച്ച ചെയ്ത്, ധവളപത്രത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്ത് BJP ഉയർത്തുന്ന പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ ഏറ്റവും വലിയ ഭീഷണിയെ നമ്മൾ ബഹുജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാതിരിക്കുന്നത്. അതാണ് അഭിലാഷേ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ സ്വകാര്യവൽക്കരണ നയത്തെ, ഈ കടുത്ത ജനവിരുദ്ധ നയത്തെ ന്യായീകരിക്കുകയാണ് BJPയുടെ പ്രതിനിധി ഇതുപോലുള്ള ഒരു ചർച്ചയിൽ വന്നുകൊണ്ട്. അതിനെ ചോദ്യം ചെയ്യണം, അതിനെ എതിർക്കണം, പ്രതിരോധിക്കണം. അത് ചിന്താപരവും ഉത്തരവാദിത്തത്തെ എന്താണ് കളിയാക്കുകയാണ്. പറയുന്ന ആളുകൾ 30 വർഷം പിറകിലാണെന്നൊക്കെ പറയാണ്. ശരി, ഓക്കെ, ഒരു ചോദ്യം പറയൂ, ഡിഗ്നി ചോദിച്ചോളൂ. ഒറ്റ ചോദ്യം ശ്രീ കുഞ്ഞിക്കണ്ണൻ, അങ്ങ് എനിക്ക് ഇതിനൊരു ഉത്തരം പറഞ്ഞാൽ മതി. ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഈ സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നായിരുന്നല്ലോ. എന്നിട്ട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അതിനെ എതിർത്തിരുന്നല്ലോ. നിങ്ങൾ എതിർത്തിട്ട് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ എന്താ ചെയ്തത്? ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ് ഇവിടെ വരണമെന്ന് എന്തിനാണ് പറഞ്ഞത്? പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ് ഇവിടെ കൊണ്ടുവരണമെന്ന് എന്തുകൊണ്ടാണ്? അത് എന്ത് നയമാണ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ശരി, പറഞ്ഞോളൂ ശ്രീ KT. സ്വകാര്യ മൂലധനത്തെ, അതിന്റെ താല്പര്യങ്ങളെ നിങ്ങൾ ഭരണാധികാരികളായിരിക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്തില്ലേ? അതിനുവേണ്ടി ശ്രമിച്ചില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചതിന്റെ സാമാന്യം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പിണറായി വിജയൻ കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു യൂണിറ്ററി സംവിധാനത്തിനകത്തെ ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു ഫെഡറൽ യൂണിറ്റിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രം. കേന്ദ്ര സർക്കാർ എല്ലാവിധ ജനതാൽപര്യത്തിനും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി കഴിഞ്ഞ കുറേ കാലമായി രൂപപ്പെടുത്തിയ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പോൾ അദാനി എയർപോർട്ട് ആരാ കൊണ്ടുവന്നത്? പിണറായി വിജയനാണോ? കേന്ദ്ര സർക്കാർ നമ്മുടെ തുറമുഖങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു, സ്വകാര്യ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ആ രീതിയിൽ UDF സർക്കാരുമായി ചർച്ച നടന്നു. അതിൻ്റെ തുടർച്ചയിൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് വന്നൊരു നയമാണ്. ആ നയം ഒരു സംസ്ഥാന ഗവൺമെന്റിന് പലപ്പോഴും എന്താണ് നടപ്പാക്കേണ്ടി വരും. അതിനപ്പുറത്ത് നയപരമായി ഞങ്ങൾ ഒരു കാലത്തും സ്വകാര്യവൽക്കരണത്തെ, സ്വകാര്യ മൂലധനത്തെ, അദാനിയെ ഒരു ചുവപ്പ് പരവതാനിയും വിരിച്ച് സ്വീകരിച്ചിട്ടില്ല. ഈ ഗവൺമെന്റ് തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് ഡിസിൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റാണ് പിണറായി വിജയന്റെ സർക്കാർ. അപ്പോൾ അങ്ങ് ഈ ആഗോളവൽക്കരണ നയങ്ങളെയൊക്കെ സാധൂകരിക്കാനും അതിനെയൊക്കെ തന്നെ എന്താണ് അങ്ങ് ജനങ്ങളുടെ ഇടയിൽ ഒരു കൺസെന്റ് ഉണ്ടാക്കാനും വേണ്ടി പിണറായി വിജയൻ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പറയണ്ട. നിങ്ങളാണ് നയരൂപീകരണ കർത്താക്കൾ. കോൺഗ്രസും BJPയുമാണ് ഇന്ത്യ ഭരിച്ചത്, CPM അല്ല.
ശരി, ഓക്കെ, ഞാൻ വരാം ആ വിഷയങ്ങളിലേക്കൊക്കെ. ഇനി ധവളപത്രത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ശ്രീ സേനാപതി വേണു, മുമ്പ് നമ്മൾ ഈ ധവളപത്രം വലിയ തോതിൽ ചർച്ച ചെയ്തത് 2001 അന്നും ഇതേപോലെ AK ആന്റണി 100 സീറ്റുമായി അധികാരത്തിലെത്തുന്നു, ധവളപത്രം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് മുണ്ടുമുറുക്കി കൊടുക്കാനാണ്. ഇപ്പോൾ ഇവിടെ VD സതീശൻ ധവളപത്രം പുറത്തിറക്കും, അപ്പോൾ കാണാമെന്ന് പറയുന്നു. ഇനി അടുത്ത പടി ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറയലാണോ? അല്ല, മുണ്ടുമുറുക്കി കൊടുക്കാൻ പറയലാണെങ്കിൽ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് ഒന്നൊന്നായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഞങ്ങൾ അതെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതായത് നിലവിൽ ഇടതുപക്ഷം കൊടുത്തുകൊണ്ടിരുന്ന 2000 രൂപയുടെ ക്ഷേമ പെൻഷനുകളെല്ലാം ഞങ്ങൾ 3000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര അനുവദിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 1000 രൂപ വെച്ച് കോളേജിൽ പോകുന്ന കോളേജ് കുമാരിമാർക്ക് അവർക്ക് പ്രതിമാസം ഒരു സ്റ്റൈഫൻഡ് എന്ന നിലയിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ്, അത് ഇപ്പോൾ അതിന് സാമ്പത്തികം ഇപ്പോൾ പ്രശ്നമല്ല. പക്ഷേ ഈ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അതിന് പണം ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഞങ്ങൾ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ വികസന പദ്ധതികൾ മാറ്റിവെക്കുകയോ അല്ല ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പണം അനുവദിക്കുകയും മറിച്ച് ഈ സംസ്ഥാനത്ത് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെടുകാര്യസ്ഥത എന്ത് എന്നുള്ളത് അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടിയാണ്. ഈ ബഹുമാന്യായ ശ്രീ കുഞ്ഞിക്കണ്ണനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഈ ഗവർണറുടെ പ്രസംഗത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അത് ശ്രീ G. സുധാകരനാണ്. G. സുധാകരൻ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ അത് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ രൂപത്തിലെത്തിയത് എന്നുള്ളത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഇന്ത്യയിലെ ഇതര സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഒക്കെ തുലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും പാഠം പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർ കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ നടത്തുന്ന ചില പ്രത്യയശാസ്ത്ര ജൽപ്പനങ്ങൾ ഇവർ പറയുന്നത് എന്താണ്? ഇവർ കഴിഞ്ഞ 50 കൊല്ലക്കാലമായി ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നുള്ളതല്ലാതെ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് നിങ്ങൾ എത്രമാത്രം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് CPMൻ്റെ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്ന് പറയുന്നത് അത് കേവലം ഒരു ഇലക്ഷൻ റിസൾട്ട് അല്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഈ നാട്ടിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞു എന്നുള്ളതാണ്. അത് അനുഭവത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. ഓരോ ജനവും ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന തെറ്റായ നയങ്ങൾ അത് കണ്ടറിഞ്ഞവരും കൊണ്ടറിഞ്ഞവരുമാണ് ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഞാൻ എന്നെ സംബന്ധിച്ചൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 38,305 വോട്ടിനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. ആ 38,000 മറികടന്ന് 20,000 വോട്ടും കൂടെ എനിക്ക് തന്നത് അവിടുത്തെ കോൺഗ്രസ്സുകാരും UDFകാരും മാത്രം തന്നതുകൊണ്ടല്ലോ. എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വോട്ട് ഷിഫ്റ്റ് കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഉണ്ടായത് എന്ന് ഇനിയും ചിന്തിക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ ഇവർ തയ്യാറാകുന്നില്ല. മറിച്ച് ഇവർ ചിലരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ED ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിക്കുന്ന വണ്ടി തല്ലി തകർക്കുന്നു, എന്നിട്ട് മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചോ അട്ടഹാസം മുഴക്കിയോ ഒരാളെയും രക്ഷിക്കാൻ ഒരു വ്യവസ്ഥിതിക്കും ഒരു പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വരണം, CPM കടന്നു വരട്ടെ. അവരെ ഇപ്പോൾ ജനം പ്രതിപക്ഷത്താണ് ഇരുത്തിയിരിക്കുന്നത്. നിങ്ങളെയാണ് ഭരിക്കാൻ, UDFനെയാണ് ഭരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ MM മണി 38,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ താങ്കൾ 20,000 വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പോൾ 50,000 വോട്ട് ഷിഫ്റ്റ് ജനങ്ങളാണ് വരുത്തിയത്. ഈ ജനം എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറയുക എന്നുള്ളത് ഓക്കെ ഇതുവരെ. അത് കഴിഞ്ഞ് ഡെലിവർ ചെയ്തില്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ ആ ജനങ്ങളെ വീണ്ടും പോയി അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അവരെ പഴയ 5 കൊല്ലം മുമ്പുള്ള കാര്യം ഓർത്തായിരിക്കില്ല, ഇപ്പോൾ നിങ്ങൾ എന്തുമാത്രം ഡെലിവർ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ട് ചെയ്യാന്നുള്ള ബോധ്യം ഉണ്ടാവുമല്ലോ. അഭിലാഷേ 14 ദിവസമായില്ലല്ലോ ഞാൻ ജഡ്ജിയല്ല ഇപ്പോഴേ. ഞങ്ങൾക്ക് ഒന്ന് പ്രവർത്തിക്കാനുള്ള സമയം, ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുക. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നൊന്നായി, ഞങ്ങൾ പറഞ്ഞ ആദ്യത്തെ കാര്യം ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തു. മറ്റ് ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളിലും ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനം, ഞങ്ങൾ കേരളിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു വരുമ്പോൾ
ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വ്യവസ്ഥാപിതമായ മാർഗത്തിലല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. പട്ടാള ഭരണമല്ലല്ലോ ഇവിടെ, ജനാധിപത്യ മാർഗത്തിൽ ഞങ്ങൾ ചെയ്യുന്നതിനെ മുഴുവൻ ഇന്ന് അസംബ്ലിയിൽ ചോദ്യം ചെയ്ത പോലെ പ്രതിപക്ഷം ചോദ്യം ചെയ്യും, ഏത് ഘട്ടത്തിലും അവർക്ക് ചോദ്യം. അപ്പോൾ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ഞങ്ങൾക്കിതിനെ ഒന്ന് നേരെയാക്കാൻ ഏറ്റവും ചുരുങ്ങിയ ഒരു 3 മാസത്തെ സമയം, 6 മാസം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ഈ പ്രതിസന്ധികളെ മുഴുവൻ മാറ്റിക്കൊണ്ട് ഞങ്ങൾ പുതുയുഗത്തിലേക്ക് കേരളത്തെ നീക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. 6 മാസം എന്നുള്ളത് ഒരു നീതിപൂർവകമായ സമയമല്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു കാര്യം തുടങ്ങി ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ന്യായമായും 6 മാസം വേണം. അപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും വിഷയങ്ങൾ നിയമസഭയ്ക്കകത്ത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതിനപ്പുറത്തൊരു തടസ്സമായി അത്രയും കാലമെങ്കിലും കുറഞ്ഞത് നിൽക്കാതിരിക്കേണ്ടേ? ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമോ? ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു, അത് വാലിഡായിട്ടുള്ളൊരു വിഷയമായിരുന്നു. സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് അവരെ വിലയിരുത്താൻ ഒരു 6 മാസം കൊടുക്കുമോ? എന്നോടാണോ അഭിലാഷ്? അതെ അതെ, എന്നോടാണോ? അതെ അതെ. അല്ല, പ്രതിപക്ഷം സമയം കൊടുക്കാത്ത പ്രശ്നമല്ല ഇത് നയ പ്രഖ്യാപന പ്രസംഗത്തിൽ അത് UDF സർക്കാരിൻ്റെ പ്രഖ്യാപന പ്രസംഗമാണ്. ഗവർണർ RSS അടങ്കിലും പ്രസംഗം UDF സർക്കാരിൻ്റെതല്ലേ. UDF സർക്കാർ തയ്യാറാക്കിയ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി പോലും ഗവർണറിന് വിടേണ്ടി വന്നില്ല. നേരത്തെ നമുക്കറിയാം LDF തയ്യാറാക്കിയ പ്രസംഗത്തിലെ പല വരികളും ഗവർണറിന് വിടേണ്ടി വന്നു. ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ലോകവും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നേരിടുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഗുരുതരമായ ഒരു അവസ്ഥയെക്കുറിച്ച്, ഈ പെട്രോളിയം വിലവർധനവ് ഉൾപ്പെടെ ഇന്ധന വിലവർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശങ്ങളില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന, എന്നിട്ട് എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ധവളപത്രം ഇറക്കും. എന്ത് ധവളപത്രം? നിങ്ങൾ ധവളപത്രം ഇറക്ക്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഇടതുപക്ഷത്തിൻ്റെ 10 വർഷക്കാലം ഇവിടുത്തെ GDP ആനുപാതികമായി വളർച്ചയുണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഈ ധവളപത്രത്തെ കാത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതെന്താണ്? പിണറായി വിജയൻ എന്താണ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നില്ല. ഇപ്പോഴെന്താണ് സ്ഥിതി? എൻ്റെ സുഹൃത്ത് സേനാപതി വേണു ഇടതുപക്ഷക്കാരുടെ വോട്ടൊക്കെ വാങ്ങി ജയിച്ചതിനെക്കുറിച്ചൊക്കെ വളരെ അഹങ്കാരപൂർവ്വം സംസാരിക്കുക. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യയശാസ്ത്രം ജൽപ്പനാണ്, അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്ര ജൽപ്പനാണ്. ഇങ്ങനെയുള്ളൊരു ചർച്ചയിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കാര്യങ്ങളെ, കമ്മ്യൂണിസത്തെ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര ജൽപ്പനമായിട്ടൊന്നും ആക്ഷേപിക്കേണ്ട ഒരാവശ്യവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിക്കില്ല. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വെള്ളാപ്പള്ളിയെ വലിയ രീതിയിൽ പ്രശ്നവൽക്കരിച്ചവരാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. ഇപ്പോഴെന്താ സ്ഥിതി? നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിൽക്കാൻ നേരമുണ്ടോ? മകൻ വെള്ളാപ്പള്ളിയും അച്ഛൻ വെള്ളയും മാറി മാറി പോയി കാണുകയാ, ഷാളുകൾ അടിയിച്ച് സ്വീകരിക്കുക. ഈ സതീശന് ഉളുപ്പുണ്ടോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ കാപട്യത്തല്ലേ അത് കാണിക്കുന്നത്? മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലാ പോയത്. ഇതുപോലുള്ള ചർച്ചയിൽ ഞാൻ അഭിലാഷുമായിട്ടുള്ള ചർച്ചയിൽ ഞങ്ങളൊക്കെ എത്രത്തിൽ ബുദ്ധിമുട്ടിയാണ് മറുപടി പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയതിൽ, മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തിയതിൽ അപലപിച്ചോ, തുറന്നു കാണിച്ചോ, നിങ്ങൾ എതിർത്തോ എന്ന് ആവർത്തിച്ച് ചോദിച്ചവരല്ലേ. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയെ പോയി ഷാളടിയിക്കുന്നതിൽ, വെള്ളാപ്പള്ളിയുടെ മകൻ എന്ന് പറയുന്നത് NDAയുടെ സംസ്ഥാന കൺവീനറാണ്, കേരള സംസ്ഥാന കൺവീനറാണ്. അപ്പോൾ ഇതിലെല്ലാം എന്താണ്? ചില അരമന രഹസ്യങ്ങളുണ്ട്. ആ അരമന രഹസ്യങ്ങൾ എന്താണ്? ഇവിടെ സേനാപതി വേണു പറയുന്ന പോലെ അത് ഇടതുപക്ഷക്കാരെ വോട്ട് കൊണ്ട് മാത്രമല്ല കേട്ടോ, ഈ BJPക്കാരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 102 സീറ്റുകൾ നിങ്ങൾ നേടിയപ്പോൾ അതിന് പിറകില് BJPയുമായിട്ടുള്ള ഡീലുണ്ട്. ആ ഡീലിന്റെ അനന്തരഫലം എന്ന നിലക്കാണ് 3 മണ്ഡലങ്ങളിൽ BJPക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 BJP MLAമാരുണ്ടായത്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ അങ്ങ് കൊച്ചാക്കി കളിയാതൊന്നും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് പരാജയമുണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ സത്യസന്ധമായി, ആത്മവിമർശനമായി, സൂക്ഷ്മതലത്തിൽ തന്നെ പരിശോധിക്കും. ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും. പക്ഷേ മിസ്റ്റർ G. സുധാകരനെ പോലുള്ള ഒരു തലമുതിർന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ കമ്മ്യൂണിസത്തെ കുഴപ്പങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട. അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത്, മാർക്സിസം എന്ന് പറയുന്നത് ഒരു കേരള നിയമസഭയിലെ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള സാമൂഹ്യ വിപ്ലവ പദ്ധതിയോ രാഷ്ട്രീയ പ്രവർത്തന പരിപാടിയോ ഉള്ള ഒരു പ്രസ്ഥാനമല്ല മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കാം. ചിരിയിൽ അലണ്ടെ അട്ടിമറിക്കപ്പെട്ടിട്ടില്ലേ? എന്തിന് ബൊളീവിയയിൽ കടുത്ത ദേശാൽക്കരണ നടപടികൾ നടത്തിയ ഇവാ മൊറൈൽസ് തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടില്ലേ? തെരഞ്ഞെടുപ്പുകൾ പോലും ഹൈജാക്ക് ചെയ്യപ്പെടും. നിങ്ങൾ നടത്തിയ അപവാദ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ, അത് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളും പലരും വിശ്വസിച്ചു. അതാണ് പ്രശ്നം. അതൊക്കെ അവർക്ക് തിരിച്ചറിയും. ഇപ്പൊ എന്താണ്? 50 കിലോ അരി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്
വിപണിയെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേരളം കാലാകാലമായി ചെയ്തിരുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ നിർത്തിയിരിക്കുക. നിങ്ങൾ നീലക്കാർഡുകൾക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തിയിരിക്കുക. ഇതൊക്കെ എന്താണ്? പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാക്കും. പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം തടയാനാണ് പൊതുവിതരണ സംവിധാനങ്ങളെ നമ്മൾ ശക്തിയായി നിർത്തിയത്. അതിനെല്ലാം നിങ്ങൾ എന്താണ് ഇത് അന്ത്യം പ്രഖ്യാപിച്ചിരിക്കുക, മരണ വാറണ്ട് ഇറക്കിയിരിക്കുകയാണ്. നിങ്ങളെ ധവളപത്രം ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ സാമൂഹ്യ ക്ഷേമ മേഖലക്കുള്ള ഒരു മരണ വാറണ്ടായിരിക്കും. ഒരു മരണ വാറണ്ട് ഇറക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പണ്ട് AK ആന്റണി 2001 ഇറക്കിയ ധവളപത്രം നമ്മൾ കണ്ടതാണ്. ആ ധവളപത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് പെരിയാർ നദി വരെ വിൽക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, നദി വരെ വിൽക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങൾ. ശരി, നോക്കാം നമുക്ക്. ശ്രീ ഡിന്നി, എന്തായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഒരു ഫെഡറൽ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യം. ഇപ്പോൾ ഒരു അനുകൂല കാര്യമുള്ളത് 16ാം ധനകമ്മീഷന്റെ തീരുമാനമനുസരിച്ച് 2.38 ആണ് ഡിവിസിബിൾ പൂളിൽ നിന്ന് വരുമാന വിഹിതം കിട്ടുക. അത് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്തെ അപേക്ഷിച്ച് 10,000 കോടി രൂപ അഡീഷണൽ ആയിട്ട് ഖജനാവിലേക്ക്, സംസ്ഥാന ഖജനാവിലേക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ നമുക്കറിയാം മറ്റു പല സംഗതികളുണ്ട്. ഒന്ന്, ഓഫ് ബജറ്റ് ബോറോവിംഗ് കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. അതും കടപരിധിയുടെ പരിധിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയൊക്കെ പണത്തിന്റെ വിനിയോഗം അത് സംബന്ധിച്ച മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഭാരം സംസ്ഥാന ഖജനാവുകൾക്ക് ഉണ്ടാവുന്ന കാലമാണ്. അപ്പോൾ കേരളം UDF ഭരിക്കുന്ന കാലത്ത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? വരിഞ്ഞു മുറുക്കുമോ അതോ നീതിപൂർവകമായ സമീപനം സ്വീകരിക്കുമോ? ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ അഭിലാഷ്, കേന്ദ്ര ഗവൺമെന്റ് എക്കാലവും ഇത് ഒരു പ്രൊപ്പഗൻഡയാണ് LDF ഗവൺമെന്റിന്റെ ഭാഗത്ത് നടന്നത്. അതായത് വേണ്ടത്ര കൊടുക്കുന്നില്ല. നമ്മൾ ഇപ്പൊ സമയത്തിന്റെ ഇതുകൊണ്ട് ഞാൻ കണക്കുകളിലേക്ക് പോകുന്നില്ല. കണക്കുകൾ വെച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അത് ഗ്രാന്റ് ഇൻ എയ്ഡ് ആയാലും ശരി, സെൻട്രൽ ഡെവല്യൂഷൻ ആയാലും ശരി, അതെല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇനിയിപ്പം വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൃത്യമായിട്ട് തന്നെ വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു കഴിഞ്ഞ 5 വർഷത്തിന്റെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഏകദേശം 20,000 കോടി രൂപയുടെ ടാക്സ് കളക്ഷൻ അവർ GST ടാക്സ് കളക്ഷൻ ചെയ്തിട്ടില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലപ്പോഴുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ഗവൺമെന്റ് പിരിക്കേണ്ട ടാക്സ് അത് എടുത്തിട്ടില്ല. അത് ഇവരുടെ ഒരു ഇൻഎഫിഷ്യൻസി കാരണം അത് ചെയ്തിട്ടില്ല. ധാരാളം പദ്ധതികൾക്ക് വേണ്ടുള്ള ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിന് ചില പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ അതെല്ലാം ചെയ്യാതിരുന്നിട്ട് എല്ലാം ഗവൺമെന്റിന്റെ പുറത്ത്, അതായത് സെൻട്രൽ ഗവൺമെന്റ് പൈസ തരുന്നില്ല, നമ്മൾ UPA കാലഘട്ടത്തും NDA കാലഘട്ടത്തും വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ 200% മുകളിലുള്ള ഒരു എമൗണ്ട് ആണ് ധാരാളം കൊടുത്തത്. അങ്ങ് തന്നെ സൂചിപ്പിച്ചു ആ പെർസെൻറ്റേജ് മാറ്റം. അപ്പൊ അതുപോലെ നോക്കുമ്പം സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ കേരള ഗവൺമെന്റ് മാത്രമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു രീതിയിലുള്ള വിവേചനവും ഇല്ല. അതിന്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ട് തമിഴ്നാട് മുന്നോട്ട് വരുന്നു, എന്തുകൊണ്ട് മഹാരാഷ്ട്ര മുന്നോട്ട് വരുന്നു, എന്തുകൊണ്ട് കർണാടക മുന്നോട്ട് വരുന്നു, മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്ന കാരണം അവിടുത്തെ ഗവൺമെന്റ് ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇവിടെ അത് നടക്കുന്നില്ല. ഇപ്പൊ നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്തത്. ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് കമ്മ്യൂണിസത്തിന്റെ താത്വികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ശ്രീ പിണറായി വിജയൻ ചെയ്തത് ഇന്നത്തെ അവസ്ഥ വെച്ച് എങ്ങനെ ഇവിടത്തേക്ക് സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരാം എന്നുള്ള ശ്രമമാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് കേരളത്തിൽ ആവശ്യം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അവിടാണ് എനിക്ക് കോൺഗ്രസ് ഗവൺമെന്റിന്റെ അടുത്തുള്ള ഒരു ചോദ്യം. നിങ്ങൾ ഈ പോപ്പുലിസത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ നോക്കൂ, എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് KSRTCയിൽ കൊടുക്കുമെന്ന് പറയുന്നു. അതിന്റെ ഉദാഹരണം, അത് ഫെയിൽ ആയതിന്റെ ഉദാഹരണമാണ് കർണാടകയിലുള്ളത്. അപ്പോൾ ഒരു വശത്ത് നിങ്ങൾ പറയുന്നു നിങ്ങളിൽ സാമ്പത്തികമായിട്ട് വീക്കാണ്, മറ്റ് സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്താൽ എങ്ങനെയാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്? നമ്മൾ കണ്ടത് കഴിഞ്ഞ 1980 തൊട്ട് ഒരു ഗവൺമെന്റ് കടം വാങ്ങി അങ്ങേയറ്റം നിൽക്കും. കാരണം എന്താണ്? അടുത്ത പ്രാവശ്യം അവർ വരത്തില്ല എന്ന് അവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. അപ്പൊ ഈ കടബാധ്യത അടുത്ത ഗവൺമെന്റിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ പോയി വന്നിട്ടാണ് കേരളത്തിന്റെ കടം ഇത്രമാത്രം കൂടിയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പോളിസീസ് വെച്ച് മുന്നോട്ട് പോവുക. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടോ ശ്രീ അഭിലാഷ്? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി കേരളത്തിലുണ്ടോ? എന്തുകൊണ്ടില്ല? അതിന് ശ്രീ കുഞ്ഞിക്കണ്ണൻ അതിന് ഉത്തരം പറയണ്ടേ. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു വ്യവസായം വരുന്നില്ല?
അത് ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ ആരും BJP പറയുന്നല്ലോ, അതൊരു യാഥാർത്ഥ്യമല്ലേ? എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് തൊഴിലിന് വേണ്ടി നമ്മളെ യുവാക്കൾ പുറത്തു പോകുന്നു? എന്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി നമ്മളെ കുട്ടികൾ പുറത്തു പോകുന്നു? ഈ കാര്യങ്ങളെല്ലാം ചോദ്യം തന്നെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പണ്ടത്തെ പ്രതാപം പറഞ്ഞിട്ടുള്ള കാലമല്ല, ഇന്നത്തെ കാലം, ആധുനികമായിട്ടുള്ള കാലം, AI-യുടെ കാലത്ത് വെച്ച് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, ആ രീതിയിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. അത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇതിന്റെ ഒരു ഇഷ്യൂ ശ്രീ അഭിലാഷ്, അവസാനമായിട്ട് എനിക്ക് പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അദ്ദേഹം വളരെ ഹൈ ലെവൽ ഓഫ് ഒരു ഹോപ്പാണ് ജനങ്ങൾക്ക് കൊടുത്തത്, വിസ്മയം. ആ വിസ്മയം ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അവിടെയാണ് അങ്ങയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. നിങ്ങൾ ഈ ഒരു കേസിൽ പെട്രോൾ സെസ്സിന് വേണ്ടി ഇപ്പോൾ 2 രൂപ എന്തുകൊണ്ട് കുറയ്ക്കാൻ സാധിക്കുന്നില്ല? അത് എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ 17 ദിവസം 14 ദിവസം ആയി. അപ്പൊ ധാരാളം ഓൾറെഡി ഡിസിഷൻസ് എടുത്തല്ലോ. ഇപ്പൊ കേരളിനെ സംബന്ധിച്ച് എടുത്തു, ആശാ വർക്കറിനെ സംബന്ധിച്ചെടുത്തു, വളരെ നല്ല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഒരു ഇന്റൻഷൻ, ഒരു ഇച്ഛാശക്തി കാണിക്കുന്നില്ല? ഓക്കെ, ഞങ്ങൾ 2 രൂപ സെസ് കുറയ്ക്കാം എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് ഇന്ന് സഭയിൽ ഇന്റർവെൻഷൻ നടത്തിയില്ല? ആ ചോദ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും അവിടെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ റോള് BJP സഭയിൽ ചെയ്യും. ആ രീതിയിലുള്ള വിമർശിച്ചവരാണ് ഭരിക്കുന്നത്. സെസ്സിനെ വിമർശിച്ചവരാണ് ഭരിക്കുന്നത്. ആ സെസ് പിൻവലിക്കുമോ? കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സമയം ചോദിക്കുന്നു, സർക്കാർ എത്ര സമയം കൊടുക്കണം? ഇടവേള കഴിഞ്ഞു. ചർച്ച അവസാന ഘട്ടത്തിലേക്കാണ്. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞ കാര്യം പാലിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്രവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രവുമായി വലിയ ഏറ്റുമുട്ടലിനില്ല എന്നൊരു സൂചനയാണ് നയപ്രഖ്യാപനത്തിൽ കണ്ടത്. കേന്ദ്ര വിമർശനമൊന്നും ഉണ്ടായിരുന്നില്ല. ഗവർണർ മുഴുവനായിട്ട് വായിക്കുന്നതൊക്കെ കണ്ടു. VD സതീശൻ ഈ ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിച്ച് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുള്ള, യൂട്യൂബുകളോടൊക്കെ സംസാരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ജനങ്ങൾ നേരത്തെ ഇവിടെ ശ്രീ ഡിന്നി പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം VD സതീശൻ വളരെ വിഷണറി ആയിട്ടുള്ള ലീഡറാണ്. അദ്ദേഹം ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നൊരു പ്രതീക്ഷ കൂടി ഉണ്ട്. ഈ ഒരു ഹോപ്പ് വോട്ട് കൂടിയാണ് ഈ താങ്കളുടെ അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും വലിയ വേവായിട്ട് മാറിയത്. അപ്പോൾ പറഞ്ഞത് ഒരു ധനകാര്യ തത്വ ചിന്തകൻ എന്ന നിലയിൽ പറഞ്ഞതൊക്കെ നമുക്ക് ഉടനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അല്ല, തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, 15 ദിവസം ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താനുള്ള സമയമല്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല തുടക്കം, ഈ ഗവൺമെൻറ്റിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്ന് വളരെ കൃത്യമായി അത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നു. ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യമുണ്ട്. ഒന്ന്, കേരളത്തിലെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ, നികുതി ചോർച്ച. ഇവിടെ കേണൽ ഡിന്നി സൂചിപ്പിച്ച ഒരു കാര്യം, ഏതാണ്ട് 22,000 കോടിയുടെ നികുതി വരുമാനം പിരിച്ചെടുക്കാൻ കഴിയാത്തത്. ഞങ്ങളൊരിക്കലും ഇനി കേന്ദ്രവുമായിട്ടൊരു ഏറ്റുമുട്ടൽ രാഷ്ട്രീയമല്ല, മറിച്ച് കേരളത്തിന് കിട്ടാനുള്ളത് ന്യായമായി കേരളത്തിന് ലഭിക്കേണ്ടത് അത് കിട്ടിയില്ല എങ്കിൽ അതിൽ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതല്ലാതെ അനാവശ്യമായ ഒരു ഏറ്റുമുട്ടലല്ല ഈ ഗവൺമെൻറ്റിൻ്റെ നയവും മുഖമുദ്രയും. മറിച്ച് ലഭിക്കേണ്ടത്, സംസ്ഥാനത്തിന് അർഹമായി ലഭിക്കേണ്ടത് അത് തന്നേ തീരുള്ളൂ. ആ കാര്യത്തിൽ നിലപാടുകൾ എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ കൂടുതൽ നികുതി വരുമാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട്, നികുതി ചോർച്ചകൾ തടഞ്ഞുകൊണ്ട്, പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഈ ഇന്നത്തെ സമ്പദ്ഘടനയെ മാറ്റിമറിക്കാനുള്ള വഴികൾ അത് ധനമന്ത്രി കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാം. ആ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളാം. കേരളത്തിലെ നദികളിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന മണൽ, ഈ പല നദികളിലും, അതായത് ഈ മഴ പെയ്യുമ്പോൾ പലയിടത്തും ഈ വെള്ളം ഓവറായിട്ട് വരികയും വെള്ളപ്പൊക്കത്തിൻ്റെയും കാരണം പ്രധാനമായിട്ട് പറയുന്നത് നദികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണല. അങ്ങനെ നമുക്ക് പുതിയതായി കണ്ടെത്താൻ കഴിയുന്ന നികുതി മാർഗങ്ങൾ അനവധിയുണ്ട്. അത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗങ്ങളിലൂടെ ജനങ്ങളുടെ മേൽ അധിക നികുതി ബാധ്യത അടിച്ചേൽപ്പിക്കാൻ കൊള്ളാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങളെയും അളക്കും എന്ന് പറഞ്ഞ പോലെ പണ്ട് തോട്ടപ്പള്ളി സ്പിൽവേലെ മണൽ വാരിയപ്പോൾ അത് കരിമണൽ കർത്തയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞൊക്കെ ആയിരുന്നു പിന്നെ പ്രശ്നം. ഞാൻ പറഞ്ഞ ഒരു ജസ്റ്റ് ഉദാഹരണം മാത്രം പറഞ്ഞതാ എന്ന് പറഞ്ഞതുപോലെ ഞാൻ കേരളത്തിലെ തോടുകളിലും നദികളിലും ഇപ്പോൾ അടിഞ്ഞിരിക്കുന്ന പമ്പയിലെ മണൽ വാരൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. ഞങ്ങളത് നടപ്പിലാക്കും. ഞങ്ങൾ അങ്ങനെ എന്താ പറഞ്ഞത്, ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ ഈ രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ പടിപടിയായി സ്വീകരിക്കും. അതിലൂടെ ഈ പ്രതിസന്ധികളെല്ലാം ഞങ്ങൾ തരണം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. അത് കേരളത്തിൻ്റെ ധനമന്ത്രി കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ ശുഭപ്രതീക്ഷയാണ്. എന്തായാലും ആ ഇനീഷ്യേറ്റീവ് ഒക്കെ വിജയിക്കട്ടെ, ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തട്ടെ, കേരളത്തിൻ്റെ ഖജനാവ് നിറയട്ടെ, വികസനം വരട്ടെ, ക്ഷേമം വരട്ടെ. അതെല്ലാം നമുക്ക് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.